പാലാ നഗരസഭയിൽ യു.ഡി.എഫിലെ തർക്കത്തിൽ മാണി സി കാപ്പൻ എം.എൽ.എക്കും ഫ്രാൻസിസ് ജോർജ് എം.പിക്കുമെതിരെ പരാതിയുമായി കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ്. പുളിക്കക്കണ്ടം കൗൺസിലർമാർ പറയുന്നത് മാത്രമാണ് എം.പിയും എം.എൽ.എയും കേട്ടിരുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകാൻ ഇനിയാകില്ലെന്നും ബിജു മാത്യൂസ് 24-നോട് പറഞ്ഞു. അതെ, ഒരു പക്ഷത്തെ മാത്രം കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് ഈ എം.എൽ.എയുടെ ഭാഗത്തുനിന്ന് എം.പിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പരാജയം തന്നെയാണ്. അവർ ഞങ്ങളുടെ ഭാഗം ഇന്നലെയാണ് കേട്ടത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാതെയാണ് എം.പിയും എം.എൽ.എയും ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്ന പല സ്റ്റേജുകളും ഇനി മുമ്പോട്ട് ഉണ്ടായിക്കോളും. ഇനി ഇവരുടെ നേതൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പിന്തുണ ഇല്ലെന്നേ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞതാ. അത് അവരത് മനസ്സിലാക്കി അവരൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി ഒത്തിരി നാണം കെടാതെ രാജിവെച്ച് പുറത്തു പോകും. അതാ നല്ലത്. അതേസമയം പാലാ നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് നഗരസഭയിലേക്ക് BJP മാർച്ച് നടത്തി. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായുണ്ട്. ടോബി, പാലാ നഗരസഭയിൽ ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഈ തർക്കങ്ങളും അതോടൊപ്പം ഉയർന്നു വരുന്ന ഈ ഭിന്നതയും? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അടുത്തിടെ കേരള കോൺഗ്രസ് എം ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഉടനൊന്നും വിളിച്ചു ചേർക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതിസന്ധി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം കൗൺസിൽ വിളിച്ചു ചേർക്കാം എന്നാണ് ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണസ്തംഭനം ഉണ്ടെന്ന് പറയാതെ വയ്യ. അത് ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. BJP അല്പസമയം മുമ്പ് മാർച്ച് നടത്തി ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് MLA-ക്കും MP-ക്കും അല്ലെങ്കിൽ ഇന്നലെ ചേർന്ന ജില്ലാ UDF നേതൃത്വത്തിന് പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ചെറിയ തർക്കമാണ്. പക്ഷെ അത് വളർന്ന് വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരണപക്ഷത്തുള്ള കോൺഗ്രസ് MLA-മാർ ഒരു വശത്ത്, സ്വതന്ത്ര കൂട്ടായ്മയും ജോസഫ് വിഭാഗവും മറുവശത്ത്, അങ്ങനെ രണ്ട് തട്ടിലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയെ പിന്തുണച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ആത്മഹത്യാപരമാണെന്നാണ് അല്പസമയം മുമ്പ് ബിജു മാത്യൂസ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ MLA-യുടെയും MP-യുടെയും നിലപാടുകൾ അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സ്വതന്ത്ര കൗൺസിലർമാർ പറയുന്നത് മാത്രമാണ് കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്റലിജൻസ് സംവിധാനമൊക്കെ അവർക്കിപ്പോൾ ലഭിക്കും. അതുകൊണ്ട് അങ്ങനെയും ഇവിടുത്തെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞത്. ഈ ഒരു ചെറിയ പാലാ നഗരസഭയിലെ ഒരു പ്രശ്നം വലിയ പ്രശ്നമായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ചർച്ചകൾ ഇന്നലെ രാത്രിയിൽ നടന്നുവെങ്കിലും അത് വിജയിച്ചില്ല. അത് പരാജയപ്പെട്ട അവസ്ഥയിലാണ്. രണ്ടു കൂട്ടരും അവരുടെ നിലപാടിൽ നിൽക്കുകയാണ്. 26-ാം തീയതിയാണ് വൈസ് ചെയർമാന്റെ കാലാവധി, അതായത് ധാരണ പ്രകാരമുള്ള 6 മാസം പൂർത്തിയാകുന്നത്. അതിനുശേഷം എന്ത് നടക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ UDF ഭരണം പാലായിൽ തുലാസിലായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ ടോബി? കാരണം 6 ഭരണപക്ഷ കൗൺസിലർമാർ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ കത്ത് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഭിന്നത വളരെ രൂക്ഷമായിരിക്കുന്നു. ഈ കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന പ്രതികരണം വരുന്നു. അതായത് ഭരണം തുലാസിലാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞ തനിക്കൊരു പ്രതികാരമുണ്ടായിരുന്നു. അത് വിജയിച്ചതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഇനി തനിക്ക് കോൺഗ്രസ് പറയുന്ന അല്ലെങ്കിൽ UDF നേതൃത്വം പറയുന്ന എന്ത് തീരുമാനങ്ങളിലേക്കും പോകാൻ തയ്യാറാണ്. രാജി ആവശ്യപ്പെട്ടാൽ, UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കൗൺസിലർമാരുടെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ബിനു പുളിക്കക്കണ്ടവും അതുപോലെ തന്നെ ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറയുന്നത്. UDF-ന്റെ നേതൃത്വം, ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അവരുമായിട്ടാണ് പാലായുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയത്, നീക്കുപോക്കുകൾ 6 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയത്. അപ്പോൾ അവരാണ് ആവശ്യപ്പെടേണ്ടത് രാജിവെക്കണോ വേണ്ടയോ എന്ന്. രാജിവെക്കണോ എന്ന് പോലും പറയുന്നില്ല. ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അവിശ്വാസം പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങ് മാറിയേക്കാം എന്നാണ് ബിനു രാവിലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുമായി പ്രശ്നമില്ല. പക്ഷേ പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം തന്നെ ഉണ്ട് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് കൗൺസിലർമാരും അത് തന്നെയാണ് പറയുന്നത്. ഇവരെ അംഗീകരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ 6 മാസത്തെ ഭരണം നോക്കുകയാണ്, 5 മാസത്തെ ഭരണം നോക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് ഈ ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സണായിട്ടുള്ള ഭരണസമിതി എടുത്തത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു, ഒന്നിലും തങ്ങളെ ഭാഗമാക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. 6 ഭരണപക്ഷ കൗൺസിലർമാർ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ കത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ പാലാ നഗരസഭയിലെ UDF-ന്റെ ഭരണം അക്ഷരാർത്ഥത്തിൽ തുലാസിലായി മാറിയിരിക്കുന്നു എന്നതാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.